എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ഷോർട്ടായ ബട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള സീരീസ് ആണ്. ഇത് നിങ്ങളുടെ വേസ്റ്റ് സ്ലിം ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കും. ഇതിൽ ട്വിസ്റ്റിംഗ് ഉണ്ട്, പ്രാണായാമ ഉണ്ട്, ആസനാസ് ഉണ്ട്. സോ നമുക്ക് തുടങ്ങാം. ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സ്പൈനും ബോഡിയും വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാറ്റ് ആൻഡ് കൗ പോസ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ആദ്യം തന്നെ നമ്മൾ ടേബിൾ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നു. അതിനുശേഷം ഇൻഹേൽ ചെയ്തുകൊണ്ട് arch your back and look up. Now exhale and round your back. Inhale, arch your back. Exhale and round. Inhale and arch. Exhale and round. One more time. Inhale and arch. Exhale and round. And relax. അടുത്ത സ്ട്രെച്ച്. ഇൻഹേൽ ആൻഡ് റൈസ്. നിങ്ങളുടെ റൈറ്റ് ആം റൈസ് ചെയ്യുക. ദെൻ സ്ലോലി എക്സെയിൽ ആൻഡ് ബെൻഡ് ടു ദ ലെഫ്റ്റ്. 1 2 3 4 5 6. Inhale and come to the center and relax. Same way തന്നെ അടുത്ത hand. Inhale and raise your left hand. Exhale and slowly bend to your right. 1 2 3 4 5 6. Inhale to the center and relax. One more round നമുക്കിത് ചെയ്യാം. Inhale and exhale. 1 2 3 4 5 6. Inhale and relax. Inhale, exhale and go to the side. Inhale and relax. നമ്മുടെ ആദ്യത്തെ ആസന പരിവൃത്ത ഉത്കടാസനയാണ്, അതായത് റിവോൾവ് ചെയർ പോസ്. അപ്പം ഇത് ചെയ്യുവാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ തൈസ് പാരലൽ ടു ദ ഗ്രൗണ്ട് ആക്കണം, ബെൻഡ് ചെയ്തിട്ട്. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ദെൻ കൈ മുന്നിലേക്ക് പ്രയർ പോസ് ആക്കുക. ദെൻ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ഇവിടെ ഒരു 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് ഇരിക്കാം. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 and 28 29 and 30. Then slowly come back, come to the center. Inhale, go up and relax. ഇത് തന്നെ റൈറ്റ് സൈഡിലും ചെയ്യണം. ഞാൻ തിരിഞ്ഞ് വന്നിട്ട് ചെയ്യാം. Let us sit parallelly first. Prayer pose. Inhale, prayer pose. Exhale and 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 and 28 29 and 30. റിവോൾവ് ചെയർ പോസ്
2 to 3 ടൈംസ് നിങ്ങൾക്ക് ഓരോ വശത്തും ചെയ്യാം. ഞാൻ ആദ്യം ഇപ്പോൾ ഒരു പ്രാവശ്യമേ കാണിച്ചു തന്നിട്ടുള്ളൂ. അത് രണ്ട് സൈഡിലും 2 to 3 ടൈംസ് ചെയ്യാം. നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുന്നത് 20 to 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഹോൾഡ് ചെയ്യാനും ശ്രമിക്കാം. പിന്നെ ഞാൻ ചെയ്തതിൽ കുറച്ച് കാല് മുന്നിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അത് കാല് സ്റ്റാക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ആൻഡ് തൈസ് പാരലായിട്ട് ഉണ്ടാവുകയും ചെയ്യണം. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് വസിഷ്ഠാസന ഓർ സൈഡ് പ്ലാങ്ക് ആണ്. ഇതും ഓരോ വശവും നിങ്ങൾ 30 സെക്കൻഡ്സ് വെച്ചിട്ട് 2 പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു റൗണ്ട് പൂർത്തിയാവും. 20 to 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ കഴിയുമെങ്കിൽ 2 or 3 റൗണ്ട്സ് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് കാണിക്കാം. Six, 7, 8, 9, 10, 11, 12, 13, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. സോ ഇനി അടുത്ത ഭാഗത്തും ചെയ്യണം. തിരിഞ്ഞു കിടക്കുന്നതിന് പകരം ഞാൻ മറ്റേ ഭാഗത്തേക്ക് ആക്കിയിട്ട് കാണിച്ചു തരുന്നതാണ്. റിലാക്സ്. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് കപാൽഭാതി പ്രാണായാമയാണ്. നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കാം. അതിനുശേഷം ഫോഴ്സ്ഫുൾ എക്സലേഷൻ മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആൻഡ് പാസീവ് ഇൻഹലേഷനും. സോ ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ സുഖാസനയിലാണ് ഇരിക്കുന്നത്. ലെറ്റ് സ്റ്റാർട്ട്. to 35 ബ്രീത്തിൻ്റെ ഒരു റൗണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ഒരു 5 minutes നിങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും. ഞാനൊരു 3 റൗണ്ട്സ് ഇപ്പോൾ ചെയ്യുന്നതാണ്. Round. Observe your breath. Take a deep breath in and out. Observe the strength in your core and lightness in your waistline. Take a deep breath in and out. In and out. Slowly rub your hands and open your eyes with that warmth. Hari Om. ഇന്നത്തെ ഈ ഷോർട്ട് എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ ഓരോ പുതിയ വീഡിയോയും ലഭിക്കുന്നതാണ്.
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യൂ. ലൈക്സ് ഇടൂ, കമൻസ് ഇടൂ. സീ യു സൂൺ.